ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു പീരിയഡ്സ് കഥ പറയാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കഥ വേറൊന്നുമല്ല, എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലും സംഭവിക്കുന്ന പീരിയഡ്സിൻ്റെ കഥയാണ്. ഓക്കെ, അപ്പം എനിക്ക് പീരിയഡ്സ് ആയ സമയത്ത് ഫസ്റ്റ് ടൈം ഞാൻ ഐ തിങ്ക് ഞാൻ സെവൻത്ത് പഠിക്കുമ്പോൾ, സെവൻത്തിൻ്റെ എൻഡോ എയ്ത്തിൻ്റെ തുടക്കം അങ്ങനെ എന്തോ ഒരു സമയത്താണ് ഞാൻ പീരിയഡ്സ് ആയത്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്നാലും ഈ ഒരു 7ൻ്റെ 8ൻ്റെയും അടിയിലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ക്ലാസ് പോകാൻ വേണ്ടി രാവിലെ കുളിക്കുകയായിരുന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സ്കൈ ബ്ലൂ കളർ യൂണിഫോം ആയിരുന്നു. അപ്പോൾ ഈ യൂണിഫോമിലൊരു സ്റ്റെയിൻ, ഞാൻ കുളിച്ചിട്ട് ബാത്റൂമിനകത്ത് തന്നെ യൂണിഫോമൊക്കെ വെയർ ചെയ്തിട്ട് വന്നു. അപ്പോൾ അതിലൊരു സ്റ്റെയിൻ. അപ്പോൾ ഐ തിങ്ക് എനിക്കറിയാം ഇതെന്താണെന്ന് അറിയാം. കാരണം എൻ്റെ വീട്ടിൻ്റെ അവിടെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്, വലിയ കുട്ടിയായി അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ വലിയ കുട്ടി ആയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ലൈക്ക് ഞാൻ വലിയ കുട്ടിയായി, ഇനി ക്ലാസ്സിൽ പോകണ്ട അങ്ങനെയൊക്കെയാണ്. കാരണം കൂടുതലുള്ള പിള്ളേർ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെ അവരൊക്കെ പീരിയഡ്സ് ആകുമ്പോൾ ക്ലാസ്സിലൊരു 1 വീക്കോളം വരില്ല. ദെൻ അവർ ആ 1 വീക്കൊക്കെ കഴിഞ്ഞ് വന്ന് അവരിങ്ങനെ പറയും, എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടി, വീട്ടിലൊക്കെ കുറേ സ്നാക്സ് ഉണ്ട്, എനിക്കൊന്നും കഴിക്കാൻ വയ്യ, കുറേയൊക്കെ ഞാൻ കഴിക്കും അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ ആയത് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്കിനി ക്ലാസ്സിൽ പോവണ്ട ആൻഡ് എനിക്ക് കുറേ തിന്നാനൊക്കെ കിട്ടും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ബാത്റൂമിൽ ഇറങ്ങി, അമ്മ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കല്ലിൽ തിരുമ്പുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത്, അമ്മ ഞാൻ ഇങ്ങനെ ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്, അമ്മ എൻ്റെ ഡ്രസ്സ് നോക്കുക, ബ്ലഡ് അങ്ങനെ. അപ്പം അമ്മ അത് പറഞ്ഞില്ല, കഴുകി കളയും അങ്ങനെ. അപ്പം ഞാൻ ശരി, അമ്മയ്ക്ക് ഒരുപാട് അറിവുള്ളതല്ലേ, കാരണം ഞാൻ അമ്മയായിട്ടൊരു വാറിന് പോകണ്ട ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകി. ഓക്കെ, ദെൻ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എഗെയിൻ ഉണ്ടായിരുന്നു ദാറ്റ് സെയിം. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത്, ഇല്ലമ്മ ഞാൻ വലിയ കുട്ടിയായിരുന്നു. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ അമ്മ ലൈറ്റായിട്ട് ഒന്ന് ചിരിച്ചു. അമ്മയ്ക്ക് എന്തോ ഒരു സന്തോഷം സംതിങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പാഡൊക്കെ മേടിച്ചു. പാഡൊക്കെ എനിക്ക് നമ്മുടെ അടുത്തുള്ള പാഡൊക്കെ എടുത്തിട്ട് എനിക്കിങ്ങനെ വെച്ച് വന്നു. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ. ഇതിൻ്റെയൊക്കെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ മാരേജ് കൂടി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അമ്മയാണ് എനിക്ക് പാഡ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. സ്റ്റിൽ എനിക്ക് അറിയില്ല എന്നല്ല, എങ്കിലും അമ്മ ഇങ്ങനെ വെച്ചാൽ മതി, അപ്പോൾ സ്റ്റെയിൻ ആവില്ല, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അമ്മയാണ് എനിക്ക് തരാറുള്ളത്. ജസ്റ്റ് അത് പറഞ്ഞത് മാത്രമേ. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് പാഡ് വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. ദെൻ പാഡ് വെക്കേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അമ്മ ഓക്കെ ക്ലാസ്സിൽ പൊക്കോ. ഇല്ലമ്മ ഞാൻ വലിയ കുട്ടിയായി, ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പോവാം. അപ്പം അമ്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ക്ലാസ്സിൽ പൊക്കോ, ക്ലാസ് കളയണ്ട, ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം എനിക്ക് എന്തോ വേർഡായി തോന്നി, എന്താ എല്ലാവരും ക്ലാസ്സിൽ വരില്ലല്ലോ, പിന്നെ ഞാൻ മാത്രം പോവണ്ടേ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു, വലിയ ക്ലാസ്സിൽ പൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പിന്നെ എൻ്റെ അമ്മമ്മ ഇതറിഞ്ഞതും എൻ്റെ വീട്ടിലുള്ള ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പം അമ്മ എൻ്റെ മേമ്മമാരെയും ബാക്കിയുള്ള ആൾക്കാരെ, നമ്മളുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട്, ഇങ്ങനെ വലിയ കുട്ടിയായി, ആക്ച്വലി എൻ്റെ മുത്തുപോളിതാണ് വിളിക്കുക. അപ്പം അങ്ങനെ വലിയ കുട്ടിയായി എന്ന് പറഞ്ഞു. അപ്പം അവരൊക്കെ പറഞ്ഞിട്ട് അന്ന് ക്ലാസ്സിൽ വിടണ്ട, എങ്ങനെ ക്ലാസ്സിൽ വിടുക അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ആക്ച്വലി ക്ലാസ്സിൽ വിടാതെ അന്ന് ലീവ് എടുക്കിയത്. ദെൻ എനിക്ക് ഒരു 1 വീക്ക് ഇരുന്നതായിട്ടൊന്നും ഓർമ്മയില്ല, എങ്കിലും ഞാൻ അത്യാവശ്യം കുറച്ച് ദിവസം ലീവായിരുന്നു. ആ ദിവസങ്ങളിൽ ഓരോ ദിവസം റിലേറ്റീവ്സൊക്കെ കാണാൻ വന്നു, എനിക്ക് സ്നാക്സ് കൊണ്ടുവന്നു, പിന്നെ ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് സംതിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഒരു പീരിയഡ്സ് കഥ. പിന്നെ ഞാൻ ഇങ്ങനെ വളർന്ന വലുതായി ഈ ഒരു സെറ്റപ്പ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അമ്മ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത്. പിന്നെ ആസ് എ ചൈൽഡ് എനിക്കന്ന് ലീവായിരുന്നു അത്യാവശ്യം. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അമ്മ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വീട്ടിലിരിക്കണം എന്നൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല പറയണത്. പക്ഷേ
അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പം അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പക്ഷെ ഞാനിപ്പോഴും എനിക്ക് പീരിയഡ്സ് ആയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു 2 ഡേ ഞാൻ ലീവ് എടുക്കും. ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ 2 ഡേ ലീവ് എടുക്കും. കാരണം എനിക്ക് ആ പെയിൻ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെയിൻ ആയിരിക്കും. എനിക്കത് സഹിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ലീവ് എടുക്കും. പക്ഷേ അമ്മ റൈറ്റ്. അമ്മ ചെയ്തത് ഒരു അങ്ങനെ നമ്മളൊരു ചെറിയ കാര്യത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ അടുത്തൊരു വെയേർഡായിട്ടുള്ളൊരു കഥയുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.